ഡൽഹിയിലും കരിപ്പൂരും കോഴിക്കോട് ലീഗ് ഹൌസിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ഇന്നലെ രാത്രിയാണ് മൃതദേഹം ഇ അഹമ്മദിന്റെ സ്വവസതിയായ കണ്ണൂർ താണയിലെ സിതാരയിലെത്തിച്ചത്. രാവിലെ 8 മണിയോടെ കണ്ണൂർ കോർപ്പറേഷൻ ഗ്രൗണ്ടിലും തുടർന്ന് സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു. വൻ ജനാവലിയാണ് ഇ അഹമ്മദിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. തിരക്ക് നിയന്ത്രിക്കാനാകാതെ ലീഗ് വളണ്ടിയർമാരും പോലീസും പാടുപെട്ടു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, KPCC പ്രസിഡന്റ് VM സുധീരൻ, AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ MP, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP, CPM നേതാക്കളായ PK ശ്രീമതി, P ജയരാജൻ തുടങ്ങി നിരവധി പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. 11:30 മൃതദേഹം കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ എത്തിച്ചു. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്ത് സംസ്കാരം നടന്നു. തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം ഖബറടക്കി. കണ്ണൂരിൽ തുടങ്ങി ഐക്യരാഷ്ട്രസഭ വരെ എത്തിയ ഇ അഹമ്മദിന്റെ സംഭവബഹുലമായ ജീവിതത്തിന് ഇവിടെ വിരാമം. രാഷ്ട്രത്തിനും മുസ്ലിം ലീഗിനും ഓർത്തുവെക്കാവുന്ന സംഭാവനകൾ നൽകിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ നിന്നും സുനിൽ ഐസക്കിനും ഷിജിത്തിനുമൊപ്പം MK ഷുക്കൂർ, മീഡിയ 1.